ഞാൻ വേറൊരാൾ എന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. സത്യം പറയും ചിന്തിക്കേണ്ട ചോദ്യമാണല്ലോ. കൊല്ലായില്ലേ, വിഷ്ണുവിന് അച്ഛനാവണ്ടേ, ഐശുവിന് അമ്മയാവണ്ടേ, അങ്ങനെ കുട്ടി വേണ്ടേ, കുട്ടികൾ വേണ്ടേ, നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള ജീവിതം പോരടിക്കുന്നില്ലേ, എന്നാണ് ഒരു പുതിയ അതിഥിയെ കൊണ്ടുവരുന്നത്, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പല തന്നെ ഐശുവിന് അറിയായിരുന്നു ഇതൊരു ലോങ് ടേം വിഷൻ ആയിരിക്കില്ല. കാരണം ഇതൊരു 30 വർഷം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 10 വർഷം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഐശുവിന് അറിയാം. എനിക്കത് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുക, ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യം ശരിക്കും കാണുന്ന എക്സാക്ട്ലി ഫോട്ടോ കോപ്പി അല്ല റിയൽ ലൈഫ്. പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫുൾ ടൈം എൻ്റെ ഈ ഒരു 9 to 5 ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഞാനൊരു ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്റർ ആവില്ല. പിന്നെ ഇപ്പൊ നീ പറഞ്ഞ വാക്ക് മാറ്റിയിട്ടല്ലേ ഇപ്പൊ നീ ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്റർ ആയത്. ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ചിന്തിച്ചത്. അല്ലാതെ പൈസ കൂടും, പൈസ കുറയും, പൈസ അതേപോലെ ഉണ്ടാക്കണം, അതൊക്കെ നമുക്ക് സെക്കൻഡ് എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഫാമിലി പരമായിട്ടോ എനിക്ക് പേഴ്സണൽ പരമായിട്ടോ ഒരു ക്വസ്റ്റ്യൻ. വിഷ്ണു ചേട്ടാ, ഹൗ ആർ യു ബീയിങ് സോ സിമ്പിൾ ആൻഡ് ഹംബിൾ സ്റ്റിൽ വൈബ്രന്റ് ആൻഡ് എനർജറ്റിക്? വാട്ട് ഈസ് ദ ബെസ്റ്റ് മെമ്മറി ദാറ്റ് യു വാണ്ട്? വിഷ്ണുവിന്റെ ഇനി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അതിടാൻ പോകും കേട്ടോ. സിമ്പിൾ ആൻഡ് ഹംബിൾ സ്റ്റിൽ വൈബ്രന്റ് ആൻഡ് എനർജറ്റിക്. പിന്നെ what is the best memory that you want to share with YouTube family that you cherished with Aishu Chechi since these years? Love your vlogs, really good. Thank you so much and love from Kerala. Thank you. ഞാൻ അത്ര എനർജറ്റിക് പേഴ്സൺ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കുറച്ചൊരു എന്താ പറയുക, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആവുന്ന ഒരു സ്ഥലത്ത് മാത്രമേ എൻ്റെ എനർജി പുറത്തു വരാറുള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ എനർജി അധികം പുറത്തു വരാത്ത ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ എനർജറ്റിക് ആണെന്ന് തോന്നിയില്ല, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിന് വലിയൊരു താങ്ക്സ്. പിന്നെ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ ഒരു മെമ്മറി 2 മെമ്മറി ആയിട്ടൊക്കെ എടുത്ത് പറയാൻ പറ്റുമെന്നുള്ളത്. അത് അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് പറയാൻ എനിക്ക് ഒന്നും തോന്നുന്നില്ല. കാരണം നമ്മൾ 5 വർഷമായിട്ടില്ല ജീവിക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ടല്ലോ പറയാൻ. പെട്ടെന്ന് പറഞ്ഞെടുത്തിട്ട് ഇതാണ് എൻ്റെ ബെസ്റ്റ് മെമ്മറി എന്ന് പറയാൻ എൻ്റെ കയ്യിലില്ല. സോ അങ്ങനെ ഒരു മെമ്മറി ആയിട്ട് പറയാൻ എനിക്ക് പ്രത്യേകിച്ചും തോന്നുന്നുള്ളൂ. ഓക്കെ, എനിക്കും അങ്ങനെ ഒരു മെമ്മറി ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം അങ്ങനെ നല്ല കാര്യങ്ങളുണ്ട്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ വി ആർ വെരി ഹാപ്പി ബാക്കി നടക്കുന്നത്. അപ്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അപ്പോഴും കുറേ മെമ്മറീസ് പറയാറില്ലേ, അത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹേ, ഐ വാണ്ടഡ് ടു ആസ്ക് യു ഹൗ യു ഗെറ്റ് ദ കറേജ് ടു സ്റ്റാർട്ട് സംതിങ് ലൈക്ക് യൂട്യൂബ് വെൻ യു നോ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ക്രിറ്റിസിസം ആൻഡ് ഹൗ ടു ഫേസ് ഇറ്റ്? And what is the hardest part about working from home for you? Wishing you happiness, blessing and love. Thank you. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരിക്കലും ഞാൻ വേറൊരാൾ എന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല, സത്യം പറയുകയാണെങ്കിൽ. കാരണം ഞാൻ ആ ചെയ്യുന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ പോസിറ്റീവായിട്ട് പറയാനും നെഗറ്റീവായിട്ട് പറയാനും ആൾക്കാരുണ്ടായിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു വിശ്വാസമുണ്ട്, നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുക. ആൾക്കാർ എന്തൊക്കെ പറയുന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കേ വേണ്ട. ഇപ്പം നമ്മൾ സൊസൈറ്റിയിൽ ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ആൾക്കാർ പലതും പറയും. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു? വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ഇത്. ഇപ്പം ഞാൻ മുന്നേ ജോലി ഒരു 9 to 5 ചെയ്തിരുന്ന സമയത്ത് വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ചാലഞ്ച് ഒന്നും പറയാനില്ല. ചാലഞ്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് കുറച്ചും കൂടെ നമുക്ക് ജോലി തീർന്നു, ഓക്കെ ഈ സമയമാകുമ്പോൾ ജോലി കഴിഞ്ഞു, അങ്ങനെ ഒരു തോന്നൽ ഐശുവിന് വരുമായിരുന്നു. ഓക്കെ 6 മണിയായി, ഇന്ന് ജോലി ക്ലോസ് ചെയ്യാം. പക്ഷെ ഇപ്പം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ക്ലോസ് ടൈമിംഗ് ഇല്ല ഐശുവിന്. ഐശു 8 മണിക്കും 9 മണിക്കും 12 മണിക്കൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനിടയിൽ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കും, എന്നിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് തിരിച്ച് വീണ്ടും വർക്ക് ചെയ്യും. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ മറ്റേ വർക്കിനെക്കാട്ടും കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ വർക്ക് ഫ്രം ഹോമിൽ അത് വലിയൊരു വ്യത്യാസം. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യണ്ടേ, നമുക്ക് അങ്ങനെ ഒരു ജോലി ചെയ്യാണ് അങ്ങനെയൊന്നും നമുക്ക് തോന്നുന്നില്ല. നമ്മൾ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നു, അത്രയും. വാട്ട്സ് യുവർ മോസ്റ്റ് പ്രിഫേർഡ് കണ്ടന്റ് ടു ഷോക്കേസ് ഇൻ യുവർ ചാനൽ? ആർ യു എ വ്യൂവേഴ്സ് വ്ളോഗർ ഓർ യു പ്രിഫേർഡ് യുവർ ഓൺ കണ്ടന്റ്? വാട്ട് കീപ് യു കമ്മിറ്റഡ് ഇൻ വ്ളോഗിങ്? ചിന്തിക്കേണ്ട ചോദ്യമാണല്ലോ. ഞാൻ ഒരു വ്യൂവേഴ്സിന്റെ വ്ളോഗറാണോ അതോ ഞാൻ എനിക്കിഷ്ടമുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? ഞാൻ രണ്ടുമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കോമ്പിനേഷൻ ഓഫ് ബോത്ത് ആണ്. കാരണം നമ്മള് ഓരോ വീഡിയോ ഐഷു ഓരോ വീഡിയോ ചെയ്യുന്നതിന് കൂടെ എന്നോടൊക്കെ വന്നിട്ട് ഞാൻ ഇത് ചെയ്താലോ എന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ
അത് നമ്മൾ നോക്കാറുണ്ട് പ്രീവിയസ് അങ്ങനത്തെ വീഡിയോന്റെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനത്തെ വീഡിയോസ്. അല്ലാതെ ആൾക്കാർക്ക് ഒരു താല്പര്യമില്ലാത്ത വീഡിയോ സിംപ്ലി ഓക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നോക്കില്ല. രണ്ടും നമുക്ക് പക്ഷെ സിംപ്ലി നമ്മൾ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുള്ള മാത്രം ചെയ്യണം. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഐശ്വര്യ തീരെ ഇഷ്ടമില്ലെങ്കിൽ ആ വീഡിയോയുടെ ക്വാളിറ്റി ഒരിക്കലും നന്നാവില്ല. സോ അത് ഐശ്വര്യനും ഇഷ്ടം വേണം, കാണാനുള്ള ആൾക്കാർക്കും ഇഷ്ടം വേണം. സോ ഐ തിങ്ക് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഒരു ഇതായിട്ടാണ് ചെയ്യാറ്. ഇനി അടുത്തത് ഞാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഈ ഒരാൾ ചോദിച്ചു, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ എൻ്റെ ഒരു Q&A താഴെ പോയി നോക്കിക്കഴിഞ്ഞാൽ വന്ന ക്വസ്റ്റ്യൻസിൽ മിനിമം ഒരു 20 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബേബി വേണ്ടേ, ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രായമായില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കൊല്ലമായില്ലേ, വിഷ്ണുവിന് അച്ഛനാവണ്ടേ, ഐശുവിന് അമ്മയാവണ്ടേ, അങ്ങനെ കുട്ടി വേണ്ടേ, കുട്ടികൾ വേണ്ടേ, നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള ജീവിതം പോരടിക്കുന്നില്ലേ, എന്നാണ് ഒരു പുതിയ അതിഥിയെ കൊണ്ടുവരുന്നത്, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പല പല രീതിയിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ തുടക്കത്തിൽ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ കുട്ടി എന്നുള്ളത് വളരെയധികം പ്രൈവറ്റ് ആയിട്ട് ഒരു കപ്പിളിൻ്റെ ഇടയിലുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആവുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിച്ചേ മതിയാവുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, എനിക്കൊരു പ്രശ്നമില്ല ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി അധികം ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആൻസർ എപ്പോഴും ഒരു കപ്പിളുടെ അടുത്ത് നിന്ന് കിട്ടും അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ ജീവിതത്തിലാകെ ഒരു തവണ ചെറിയ കുട്ടിയാവുമ്പോൾ എനിക്ക് തോന്നുന്നു, നമ്മളിങ്ങനെ ചുറ്റും നടക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യമില്ല, അത് എനിക്കറിയില്ല എന്തിനാണ് ഞാൻ ചോദിച്ചതെന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവരാണ് എനിക്ക് ആദ്യമായി പറഞ്ഞത്, ഈ ഒരു ചോദ്യം നീ ചോദിക്കരുത് ആരുടെ അടുത്തും, ദിസ് ഇസ് നോട്ട് എ റൈറ്റ് ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ്. അപ്പോൾ അതായിരുന്നു ഞാൻ ആദ്യമായും അവസാനമായും ആ ഒരു ചോദ്യം ഞാൻ ചോദിച്ചത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു ചുമ്മാ എന്നോടുള്ള സ്നേഹം കാരണം അല്ലെങ്കിൽ വേറെ ആളുടെ സ്നേഹം കാരണം അല്ലെങ്കിൽ കുത്താൻ വേണ്ടി പല ഉദ്ദേശത്തോടു കൂടെ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്. അപ്പോൾ നിങ്ങളിത് ചോദിക്കുമ്പോൾ പല റീസൺസ് ഉണ്ടായിരിക്കും ആ കപ്പിളിൻ്റെ ഇടയിൽ. ചിലപ്പോൾ അവർ തമ്മിൽ അത്ര ഗുഡ് ടേംസിലായിരിക്കില്ല, ചിലപ്പോൾ അവരുടെ ഇഷ്യൂസ് എന്താ പറയുക ഫിക്സ് ചെയ്യാൻ നോക്കുകയായിരിക്കും, ചിലപ്പോൾ അവർക്ക് അബോർഷൻ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ കൺസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയായിരിക്കും, ചിലപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരിക്കാം, PCOD ഉണ്ടായിരിക്കാം, PCOS ഉണ്ടായിരിക്കാം, ഫാമിലിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കാം. അങ്ങനെ നമുക്കറിയില്ല ഓരോരുത്തരുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത്. അപ്പം നിങ്ങൾ ബേബി വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ടെങ്കിലും ആ ക്വസ്റ്റ്യൻ വേറൊരാളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തേക്കാം. എന്തിനാണ് നമുക്ക് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ ഒട്ടും ഉപദ്രവിക്കാത്ത ആൾക്കാരെ നമുക്ക് അങ്ങോട്ട് പോയി ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യം? സോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, നമ്മളിപ്പോൾ അതിനെ പറ്റി അധികം ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്കത് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുക, ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യം ശരിക്കില്ല. പക്ഷേ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതൊരു ഭയങ്കരമായൊരു പേഴ്സണൽ സ്പേസ് ആണ്. അപ്പം അത് ആരുടെയും അതിലേക്ക് കൂടുതൽ കടന്നു കയറാതിരിക്കുക എന്നുള്ളത് നന്നായിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം നിങ്ങൾക്ക് പറയാം ഞാൻ ലൈഫ് മുഴുവൻ കാണിക്കുന്നില്ലേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ എൻ്റെ ആൻസർ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഇവിടെ പറഞ്ഞു തന്നേ. റിയൽ ആൻഡ് റിയൽ ലൈഫ്, എൻ്റെ റീലും റിയൽ ലൈഫും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് വിഷ്ണു പറയണം. ഇല്ല, ഐശ്വര്യൻ്റെ റീലും റിയൽ ലൈഫും തമ്മിൽ മാരകമായ വ്യത്യാസങ്ങളില്ല. പക്ഷെ നിങ്ങൾ കാണുന്ന എക്സാക്ട്ലി ഫോട്ടോ കോപ്പി അല്ല റിയൽ ലൈഫ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും, അത് ആരുടെയും വരും. ഇപ്പം അല്ലാത്തത് ബിഗ് ബോസിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, 24 മണിക്കൂർ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ. അല്ലാത്ത ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് എന്തായാലും ഒരാൾ വീഡിയോ എടുക്കുമ്പം കുറച്ച് കാര്യങ്ങൾ വരും. പക്ഷെ അത് വിചാരിച്ച് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം കംപ്ലീറ്റ്ലി വേറൊന്നും കാണിക്കുന്നത് കംപ്ലീറ്റ്ലി വേറൊന്നും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ അങ്ങനെ ചെയ്യാൻ പൊതുവെ ടഫായിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് അത്രയും അഭിനയിക്കാൻ അറിയണം. എനിക്ക് തൽക്കാലം അത്ര എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അതുകൊണ്ട് റിയൽ ആൻഡ് റിയൽ ലൈഫ് തമ്മിൽ എൻ്റെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ചിലതൊന്നും നമുക്കിപ്പോൾ ക്യാമറ ഒരു ഡ്രോൺ നമ്മുടെ തലയിൽ വെച്ച് നമ്മൾ നടക്കില്ലല്ലോ, നമ്മൾ കൊണ്ടുവച്ച് ഷൂട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇത് അവസാനിപ്പിക്കണം, കാരണം എനിക്ക് ഇഷ്ടമുള്ള മുഖത്ത് കാണണം. മതി എന്നുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാനിങ്ങനെ വായിക്കാനായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം 5-6 ആൾക്കാർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആകെ മൊത്തം ഒരു സാരാംശം ഞാനിവിടെ പറയാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വിഷ്ണുവിൻ്റെ അടുത്താണ്, കാരണം എൻ്റെ ഭാഗത്തു നിന്നുള്ള ആൻസർ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ 9 to 5 ജോബ് റിസൈൻ ചെയ്തു. ജോബ് റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന് അതിനോടുള്ള റിയാക്ഷൻ എന്തായിരുന്നു? മുന്നത്തെ എൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വിഷ്ണു വളരെയധികം ജോലി ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരാൾക്കെന്ന് പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ജോബ് റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് വിഷ്ണുവിന് അതിനോടുള്ള ഒരു അപ്രോച്ച്? ഞാനിപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട്, ഒരു യൂട്യൂബറായിട്ട് ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വിഷ്ണു അതിനെ നോക്കിക്കാണുന്നത്
തൻ്റെ ഇടമാണോ ഇത്, അങ്ങനത്തെ മിക്സ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിച്ച ആൾക്കാരുണ്ട്, അത്ര എന്താ പറയുക ഗുഡ് ടോണിലല്ലാതെ ചോദിച്ച ആൾക്കാരുണ്ട്. സോ ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഒരു സാരാംശം. അപ്പോൾ വിഷ്ണുവിന് ഞാൻ, കാരണം ഇത് എനിക്ക് പറയാനില്ല, ഞാൻ ഓൾറെഡി വലിയ വീഡിയോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് ഇതിനെ പറ്റിയിട്ടുള്ള എൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് വിഷ്ണുവിൻ്റെ ഭാഗം കേൾക്കാം. ഇല്ല, എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് അനാവശ്യമായിട്ട്. നമ്പർ 1, ഐഷു 9 to 5 ജോലി വേണ്ടാന്ന് വെച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനെക്കാട്ടും വലിയൊരു ടാസ്ക് എടുത്തു എന്ന് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. വിച്ച് കോസ് ദ ന്യൂ ജോബ് എന്ന് പറയുന്നത് 9 to 5 അല്ല, അത് അതിനെക്കാട്ടും കൂടുതലാണ്. അപ്പം നമ്പർ 1, അതിന് ജോലി ഉള്ളതെന്ന് ജോലി ഇല്ലായ്മയ്ക്ക് പോവല്ല, ഒരു കമ്പാരിറ്റീവ്ലി ഫിക്സഡ് ടൈം പീരീഡ് ഉള്ള ജോലിയിൽ നിന്ന് ഒരു ടൈം പീരീഡ് ഇല്ലാത്ത ജോലിയിലേക്ക് പോവുകയാണ്. അപ്പം ബേസിക്കലി അതൊരു കുറച്ചും കൂടെ വലിയ ടാസ്ക് ഏറ്റെടുക്കണം, അല്ലാതെ ഒരു ചെറിയ ടാസ്കിലേക്ക് പോകുമല്ല. അപ്പം അവിടെ തന്നെ നമ്മൾ നോക്കുന്ന പേഴ്സ്പെക്റ്റീവിനെ നമ്മൾ മാറ്റണം. നമ്പർ 1. നമ്പർ 2, നമുക്ക് ഐഷു പണ്ട് ടെക്നിക്കൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഐഷു ഭയങ്കരമായ ടെക്നിക്കൽ ജോലി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, എനിക്ക് ചെയ്യാൻ അധികം കഴിവുള്ള ആളുമല്ല. അപ്പം ഭയങ്കരമായി ഐഷു അത് എൻജോയ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഐഷു ചെയ്യുമായിരുന്നു ജോലിയൊക്കെ, പക്ഷെ ആ എൻഡ് ഓഫ് ദി ഡേ ജോലി കഴിയുന്ന ഡേയിൽ ഐഷു ഭയങ്കര ഹാപ്പി ഒന്നല്ല, ഞാൻ ഇത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹാപ്പി അല്ലായിരുന്നു. കാരണം ഐഷു അത് നമ്മുടെ ഇവിടുത്തെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ഐഷുവിന് വർക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു കൂടുതൽ ഇമ്പോർട്ടന്റ്, അല്ലാതെ എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു കൂടുതൽ ഇമ്പോർട്ടന്റ്. ഐഷുവിന് ജോലി വേണം, ഐഷുവിന് എന്തെങ്കിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യണം, ഐഷു സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടന്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മളുടെ അടുത്ത് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഒരു ടെക്നിക്കൽ ജോലി ഏറ്റെടുത്തു. ആ ടെക്നിക്കൽ ജോലി ഫുള്ളി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഐഷുവിന്റെ ബാക്കി കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഷു ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഐഷുവിന് അറിയായിരുന്നു ഇതൊരു ലോങ് ടേം വിഷൻ ആയിരിക്കില്ല, കാരണം ഇതൊരു 30 വർഷം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ 10 വർഷം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഐഷുവിന് അറിയായിരുന്നു. അപ്പോഴാണ് ഐഷു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. പണ്ടേ ഉണ്ട് യൂട്യൂബ് ചാനൽ, പക്ഷേ ഈ വർക്കിന്റെ കൂടെ തന്നെ അതിനെ കൂടുതൽ ഗ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഓക്കെ മേ ബി നമുക്ക് ഒരു ജോബ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഇടയിൽ. അതും കൂടെ ഞാൻ പറയട്ടെ. ഞാൻ മുന്നേ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫുൾ ടൈം എന്റെ ഈ ഒരു 9 to 5 ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഞാനൊരു ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്റർ ആവില്ല. പിന്നെ ഇപ്പൊ നീ പറഞ്ഞ വാക്ക് മാറ്റിയിട്ടല്ലേ ഇപ്പൊ നീ ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്റർ ആയത് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടെ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ തരണമെങ്കിൽ തരാം, അല്ലെങ്കിൽ വിഷ്ണു ഈ ഒരു സ്ട്രക്ചർ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നീ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു തുടങ്ങിയ സംഭവം എന്ന് പറഞ്ഞാല്, അപ്പം നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊരു ലോങ് ടേം അല്ല. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഐഷുവിന് ഇഷ്ടപ്പെടുന്ന മറ്റൊരു ജോലിയും കൂടെ ഐഷു ഒരുമിച്ച് വളർത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സം പോയിന്റ് ഓഫ് ടൈം ഈ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഈ ജോലി ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ഓക്കെ ഫൈൻ മേ ബി നൗ ഇതാണ് എൻ്റെ റൈറ്റ് ടൈം, നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇത് നാളെ എന്ന് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരു റിസ്ക് ആയിരുന്നു, പേടി എന്ന് ഞാൻ പറയില്ല. ലൈക്ക് ഓക്കെ ഫൈൻ നമുക്ക് ഇത് ചെയ്യാം, നമ്മൾ പുതിയ കാര്യം തുടങ്ങല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചു. ദെൻ വി തോട്ട് ഓക്കെ ഇപ്പൊ നമുക്കത് ചെയ്തു നോക്കാം, കാരണം ഒരു 2 വർഷം കഴിഞ്ഞ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് എന്തുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ചു, പ്ലാൻ ചെയ്ത് അങ്ങനെ തന്നെയാണ് അത് ചെയ്തത്. അപ്പം അത് ഏറ്റെടുത്തതിന് ശേഷം സത്യം പറഞ്ഞാൽ അയച്ചു കൂടുതൽ വർക്ക് ചെയ്യാനാണ് തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് അബോവ് ഇറ്റ് ഓൾ നമുക്ക് ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്യാൻ പറ്റുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു ജോലിക്ക് പോകുമ്പോൾ അതിനെ ദൈവമേ വൈകുന്നേരം 5 മണി ആവണേ എന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നതും അന്നത്തെ ജോലി നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ലൈഫ് തന്നെ മാറും. നമുക്കത് മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല. നമ്മളത് സാധാരണ ജീവിതത്തിനെ പോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ ജോലി ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഒരിക്കലും എൻ്റെ ജോലി രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഞാൻ വായിച്ചു, ഇഫ് യു ലൈക്ക് വാട്ട് യു ആർ ഡൂയിങ് ദെൻ യു ആർ നോട്ട് വർക്കിംഗ് ഈവൻ എ സിംഗിൾ ഡേ. അതാ പറഞ്ഞത്, നമുക്ക് രാവിലെ തൊട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു, ഇറ്റ്സ് വെരി നോർമൽ ഫോർ us, നമ്മൾ ചെയ്യുന്നു. കാരണം ജോലി ഇല്ലാതെ പിന്നെ 5 ദിവസം വീട്ടിലിരിക്കുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുക, അയ്യോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുന്നില്ലല്ലോ. അപ്പം ഐഷുവിന് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ചിന്തിച്ചത്. അല്ലാതെ പൈസ കൂടും പൈസ കുറയും പൈസ അതേപോലെ ഉണ്ടാക്കണം അതൊക്കെ നമുക്ക് സെക്കൻഡറി ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എന്തായാലും അതിൽ എക്സൽ ചെയ്യാൻ പറ്റും. നമ്മൾ നന്നായി എക്സൽ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എന്തായാലും അതിൻ്റെ അകത്ത് കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതൊരു ഒരുമിച്ച് പോകുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐഷുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻറ്റ്. അതിനാണ് ഫുൾ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തത്. ആ ഇമ്പോർട്ടൻസിന്റെ പേരിലാണ് മറ്റേ ജോലി തൽക്കാലം വേണ്ടാന്ന് വെച്ചതും ഇത് സ്റ്റാർട്ട് ചെയ്തതും. എന്നിട്ടാണ് ഇതിൽ ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഐഷു നേരത്തെ പറഞ്ഞ പോലെ ഐശ്വര്യ ജോലി സമയം കൂടുകയാണ് ചെയ്തത്, നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ഐശ്വര്യ അത് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഐശ്വര്യ പോലും അതൊരു ബുദ്ധിമുട്ടല്ല. 10 മണിക്കും 12 മണിക്കും ഞാൻ ചിലപ്പോൾ ഒരു സിനിമ കാണുമ്പോഴും ഐശ്വര്യ ഇവിടെ എഡിറ്റ് ചെയ്യലും നാളത്തേക്കുള്ള കണ്ടന്റ് എഴുതി ഉണ്ടാക്കലും അല്ലെങ്കിൽ
പല കാര്യങ്ങളും അതിൻ്റെതായ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഇപ്പം ഒരു യൂട്യൂബർ എന്ന് പറയുമ്പോൾ ഒരു വൺ ഡയമെൻഷണൽ ജോലിയല്ല. നമുക്കൊരു ടീമില്ല, നമുക്ക് ഇവിടെ ഒരു 10 പേര് അല്ലെങ്കിൽ 5 പേര് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ജോലി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ ആൾക്കാരില്ല. ഐഷു ജനറേറ്റ് ചെയ്യുന്ന എല്ലാം ഐഷു ചെയ്യുന്നതാണ്. വീഡിയോ എടുക്കുന്നു, അല്ലെങ്കിൽ തമ്മിൽ ചെയ്യാന്ന് പറയുന്നതും ഈയിടെ നമ്മൾ തുടങ്ങിയൊരു കാര്യമാണ്. കാരണം നമ്പർ ഓഫ് നമ്മൾ ചെയ്യുന്ന ജോലികൾ കൂടി തുടങ്ങിയപ്പോൾ നമുക്ക് എല്ലാം കൂടെ എത്തിപ്പെടാതെയായി. അപ്പം അതൊരു മൾട്ടി ഡയമെൻഷണൽ ജോബായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ അങ്ങനത്തെ ഒരു ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിണ്ടാക്കുക, അത് പല പ്ലാറ്റ്ഫോമിലായിട്ട് പോസ്റ്റ് ചെയ്യുക, കമന്റ്സിന് റിപ്ലൈ ചെയ്യുക. സോ അത് പല രീതിയിലും നമുക്ക് അത് ചാലഞ്ചിങ് ആണ്. അപ്പൊ ഐഷു കൂടുതൽ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിന് പക്ഷെ അത് എൻജോയ് ചെയ്തുകൊണ്ട് ഐഷു ഭയങ്കര ഓക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം ഇൻ ടേൺ ഐഷു അങ്ങനെ ഡിസിഷൻ എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഫാമിലി പരമായിട്ടോ എനിക്ക് പേഴ്സണൽ പരമായിട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല. വി ആർ റിയലി ഹാപ്പി. എസ്പെഷ്യലി എനിക്ക് പേഴ്സണൽ പരമായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐഷു പണ്ട് കുറച്ച് ജോലിയെ ഇഷ്ടപ്പെടാതെ ഇരുന്ന ആള് ഇപ്പൊ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ സ്റ്റെപ്പിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്റെ സൈഡിൽ നിന്ന് ഇത്രയും പറയാൻ മാത്രമേ എനിക്കുള്ളൂ തോന്നുന്നു. എനിക്ക് എന്റെ സൈഡിൽ നിന്ന് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യമില്ല, ഞാൻ പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ ആവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കഴിഞ്ഞ ഒരു 3-4 കൊല്ലത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ചേഞ്ചസ്, ഞാനൊരു 3-4 കൊല്ലം മുന്നേ ഇത് പറയുമ്പോൾ എനിക്കറിയില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയ വളർന്ന് വലുതാവാൻ വേണ്ടി പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബ് മാറാൻ വേണ്ടി പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റാഗ്രാം മാറാൻ വേണ്ടി പോകുന്നത്. അതിനേക്കാളും നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു റൈറ്റ് തിങ് ടു ഡു ആണ്. ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ വർക്ക് ചെയ്യും, അതേപോലെ തന്നെ 9 to 5 ജോബ് ചെയ്യും, അതേപോലെ തന്നെ യൂട്യൂബ് ചെയ്യുമ്പോൾ ഞാൻ 2 തോണിയിൽ ഒരുമിച്ച് കരടിക്കുകയായിരുന്നു. 2 തോണി ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ വീഴുള്ളൂ. അപ്പോൾ സർട്ടൺ പോയിന്റ് ഓഫ് ടൈം നമ്മളൊന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ 2 ജോലിയും നല്ല ഡിമാൻഡിങ് ആയിരുന്നു. 9 to 5 ഡിമാൻഡിങ് ആയിരുന്നു, യൂട്യൂബും ഡിമാൻഡിങ് ആണ്. അപ്പോൾ ഞാൻ യൂട്യൂബ് ട്രൈ ചെയ്യാന്നുള്ള ഡിസിഷൻ എടുത്തത് അങ്ങനെയാണ്. അപ്പോൾ പ്രൊതു എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ 10 ദിവസം മുന്നേ പറഞ്ഞ കാര്യങ്ങൾ നമ്മളത് കറക്റ്റ് ചെയ്ത് ഒരു 10 ദിവസം കഴിഞ്ഞ് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമ്മളെല്ലാം വളർച്ചയുടെയും എവല്യൂഷൻ്റെയും ഭാഗമാണല്ലോ എന്ന്. അതേപോലെ തന്നെയായിരുന്നു അത്. എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു ഭാവിയിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ് മാറാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് വന്ന മാറ്റമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇന്നടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ലോകം മാറിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി, ഞാൻ പിടിച്ച മയിലിന് 3 കൊമ്പ്, അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊക്കെ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്, അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും. അത്രയാണുള്ളൂ. ഇനി ഞാൻ വിഷ്ണുവിനെ ഇവിടെ കുറച്ചധികം നേരം പിടിച്ചിട്ട് കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ മുഖത്ത് ഇങ്ങനെ മടുപ്പ് തുടങ്ങുന്നത് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു അത്രയധികം, കുറെ പേര് ചോദിക്കാറുണ്ട് എന്താണ് വിഷ്ണു ഭയങ്കര ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് വീഡിയോയിൽ എന്നുള്ളത്. വിഷ്ണു ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതല്ല. വിഷ്ണു അത്ര ഒരു ക്യാമറ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് ക്യാമറ ഷൈ ആയിട്ടുള്ള ഒരാളാണ്. ഇതന്നെ വളരെ ഇംപ്രൂവ്ഡ് വേർഷനാണ് കേട്ടോ. ഒരു 5 കൊല്ലം മുന്നേ ഉള്ള Q&A ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വിഷ്ണുവിന് അത്ര ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് വിഷ്ണുവിന് വരില്ല ഉള്ളെന്ന്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഇപ്പോൾ 5 കൊല്ലം താമസിച്ചപ്പോൾ തിരക്കേടില്ല, ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇനി ബെറ്റർ ആവണോ? എന്റെ വളർച്ച ഞാൻ ഇവിടെ മരടിപ്പിച്ചു. ഓക്കെ, അപ്പൊ അത്രയാണുള്ളൂ. അപ്പോൾ ഈ ഒരു Q&A നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു Q&Aക്ക് ഒരു 300K അടിച്ചു കഴിഞ്ഞാൽ വിഷ്ണു അടുത്ത Q&A ഇതോടെ നമ്മൾ Q&A പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. കാരണം എനിക്ക് ഭയങ്കര ഓടായി തോന്നുന്ന പരിപാടിയാണ്. ഞാൻ ഇരുന്ന ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ബിക്കോസ് അത് മറുപടി പറയാനും ഒരു എന്താ പറയാ ഒരു മഹത്വം എനിക്കില്ല. ഞാൻ എന്റെ ജീവിതം സമാധാനമായി ജീവിക്കുന്ന ഒരു പാവ മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെയല്ല വിഷ്ണു, ഞാനിപ്പോ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. അപ്പൊ ആൾക്കാർക്ക് ക്യൂരിയസ് ആയിരിക്കും പല ക്വസ്റ്റ്യൻസും ചോദിക്കാൻ. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ഒരുമിച്ചിരുന്ന ഒരു വീഡിയോ ഇനി നമ്മൾ അടുത്ത ആഴ്ച അടുത്ത Q&A ആയിട്ട് വരും. ഇനി ഒരു 6 മാസം കഴിഞ്ഞിട്ട് Q&A ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ തൊട്ടിട്ട് വിഷ്ണുവിനോട് ചോദിച്ചു കൊടുക്കണം, നമുക്ക് 6 മാസം കഴിഞ്ഞ ഒരു Q&A ചെയ്താലോ. അങ്ങനെയാണ് എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഓരോരോ ഇത് വരുന്നത്. അപ്പൊ അത്രയൊക്കെയാണുള്ളൂ. ഇത്ര നേരം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി സഹകരിച്ച വിഷ്ണുവിനും അതേപോലെ തന്നെ എന്റെ ഇത്രയും കാര്യമില്ലാത്ത വർത്തമാനങ്ങൾ കേട്ടിരുന്ന നിങ്ങൾക്കും എന്റെ എല്ലാവിധ സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അപ്പൊ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. അയ്യോ, ഇലക്ഷൻ വന്ന പോലെ